എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. വിഷുവിൻ്റെ ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് കുറേ ദിവസങ്ങളായില്ലേ കടയിലത്തെ കാര്യങ്ങളും നമ്മൾ കുക്കിംഗ് തന്നെ. ഇവിടെ കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. തട്ടൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല, ആക്കിക്കൊണ്ട് വരുന്നുള്ളൂ. നേരം വെളുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോയാലോ. വാ. അപ്പോൾ നമ്മളുടെ തട്ടുകളൊക്കെ ഒതുങ്ങി വരുന്നുള്ളൂ, ഭംഗിയാക്കി ഇടണുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ഷോളൊക്കെ എടുത്ത് ചിറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് സീനാപ്പ് കൊണ്ടുവന്നാ കുറേ കൊണ്ടുവന്നുണ്ട്. സുജമോളുടെ നാത്തുമില്ലേ ഗുരുവായൂരുള്ളത്, ആൾ കുറേ ഷോൾ കൊടുക്കുന്നുണ്ട്. ഒരു ഷോളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ഒക്കെ അപ്പം അമ്മ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണ കാരനെ അത് കുറേ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല ഉപകാരമായി. എന്നാലും ഞാൻ ഒരെണ്ണം കീറുമ്പോഴേ അടുത്തത് ഇടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് മാറ്റിയിട്ടു. ഇന്ന് വിഷുവിൻ്റെ തലേദിവസമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പണി കുറച്ച് നേരം ചെയ്യേ. അപ്പോൾ അതിലിത്തിരി വെള്ളം കൂടുതലാണ്. പാത്രങ്ങളൊക്കെ തലേദിവസത്തെ ഒക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ എൻ്റെ മക്കൾ. ഞാൻ വരുമ്പോഴേക്കും ഒക്കെ നല്ല ഡീസൻ്റായിട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ എന്നെ ഒരു ചീത്തയും കേൾക്കുകയും. അത് കാരണം അതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്ത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരും. രതീഷ് മോനാണ് വെള്ളം കൊണ്ടുവരുന്ന ആളൊക്കെ. അതൊക്കെ ചെയ്തു തരും. വെള്ളം കൊണ്ടുവന്ന് തരും എന്ന് പറയുന്നത് വെള്ളം നമുക്ക് ഫിൽറ്റർ വയ്ക്കാമെന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ മോട്ടർ അടിച്ച് അതിന് നേരെ വരുന്ന പൈപ്പും ബുക്കില്ലേ. അപ്പോൾ മോട്ടർ അടിക്കുമ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു തരും. ഒക്കെ പറഞ്ഞെല്ലാം ചെയ്തു തരും കേട്ടോ, ആൺകുട്ടികളായാലും. അതേപോലെയാണ് ഞാൻ അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. വരുമ്പോഴൊക്കെ ഇത്തിരി ഇതാണെങ്കിലും പിന്നെ എൻ്റെ ജീവിത ഇതുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് പോവും. അത്ര തന്നെ. ഇന്ന് പിന്നെ കാലത്ത് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കണതേ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാലേ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാ. അല്ലെങ്കിൽ വേണമെങ്കിൽ പുട്ടുണ്ടാക്കാം. ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, ഇന്ന് പുട്ടുണ്ടാക്കാം. പുട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും പഴ അല്ലെങ്കിൽ പുട്ടിലേക്ക് പുട്ടും മുതരി ഇനിയുണ്ട്, അത് മതി. കുറേ നാളായി എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അതൊന്നും ഉണ്ടാക്കി കൊടുക്കാം. ദേ നമ്മുടെ സുയിത്ത് നിൽക്കണം കേട്ടോ. ഹായ് പറഞ്ഞേ. ഹാപ്പി വിഷു പറയ്. അപ്പം എല്ലാവരും ഇത്തിരി തിരക്കിലാണ്. വന്നിട്ട് തട്ടുമ്പലിക്ക് വല്ലതും കയറ്റണമെങ്കിൽ അമ്മ പറഞ്ഞ് കയറ്റിപ്പിക്കാം കേട്ടോ എല്ലാവരും. വാ, അതൊക്കെ ഉണ്ട്. മറ്റേ ഈ ഫ്രൂട്ട്സ് വരുന്നല്ലോ ഉണ്ണി അടക്കണെങ്കിലൊക്കെ. പച്ചപ്പയറൊക്കെ ഇത്തിരി കൂടി വേണമെങ്കിൽ കൊണ്ടിടുക അല്ലേ. ആ, പച്ചപ്പയറൊക്കെ കുറച്ചും കൂടിയും കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകാടുന്നില്ല അർപ്പയേട്ടാ. പൂറ പിടിച്ചിട്ടിരിക്കുന്നു. ഇന്നലെ കഴുകണ്ടതായിരുന്നു. 2 വെച്ചിട്ട് തന്നാ ഞാൻ കഴുകി കൊടുന്നേരാട്ടാ. ഇത് 2-3 കഴുകട്ടാ. മോള് വന്നുട്ടാ. ഹായ് പറഞ്ഞേ. ഹാപ്പി വിഷു പറഞ്ഞേ. ആ പറ. ഇതൊക്കെ കഴുകിയതാ, ഒന്ന് ആകെ കൂറ പിടിച്ചിട്ടായിരുന്നു. അപ്പോഴേ ഇതൊക്കെ ഒന്ന് കഴുകിയതാ. കുറേ ഉണ്ട് ഇനിയും കഴുകാൻ. ഒന്ന് തുടയ്ക്കണം. വെള്ള കൂട്ടാൻ കാലത്ത് മുതിരയും പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. അതേ ഇത് ക്ലീനാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം നമ്മൾ ഒരെണ്ണത്തിലല്ല തൂക്കം പിടിക്കുന്നത്. നമ്മൾക്ക് ചേമ്പും കൊള്ളിയും പിടിക്കുമ്പോഴാണ് ഈ മണ്ണാവുക. ബാക്കിയുള്ള പച്ചക്കറികളൊന്നും മണ്ണാവില്ല. എല്ലാവരും ഒരെണ്ണത്തിൽ തന്നെ പിടിക്കുന്നത്. എൻ്റെ മോൻ വന്നുകൊണ്ട് വന്നേ. അമ്മൊരു മുത്ത് വന്നേ. ഇന്നലെ പൂർവ്വ വേഷമായി എന്ന് പറഞ്ഞിട്ടല്ലോ. ഇന്ന് എൻ്റെ ഇവിടെ പോയി കളിച്ചിട്ട്. ആ, എന്നാ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചിട്ട് വന്ന് നോക്കണല്ലേ. ആ
ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് ചെയ്തോടുന്നേ? അപ്പോ അജിയേട്ടന്റെ വീട്ടിലേക്ക് പോയി കടന്നല്ലേ, വാഴ വെച്ച സ്ഥലല്ലേ അവിടത്തെ അതിന്റെ ഓണറുടെ. കൊറേ നേരം എനിക്ക് ദേഷ്യം വന്നു. ഇവിടെ ആണെങ്കിൽ തിരക്കും. അപ്പോ വിളിച്ചോണ്ട് കടന്നു. ഞാൻ പോയി. എനിക്ക് കാലുവേദന ഭയങ്കര, പഴയ ഒരു കാലുവേദന ഇല്ലേ അത്. കുട്ടൻ വിളിച്ചെന്നല്ല കുറേ ചീത്ത പറഞ്ഞു. ഇത്ര വയ്യെങ്ങ റെസ്റ്റ് എടുത്തൂടെ? എന്നോട് പറയാ ചെലവിന് കാശില്ലാണ്ടാണോ? അത് ഞാൻ അങ്ങടെ തരും. ദേഷ്യം വന്നിട്ട് ആൾക്കേ 10 പ്രാവശ്യമായി അവിടെ അന്വേഷിച്ചു വരുന്നു. ഒന്നാമത്തേല് പാലെടുത്തു കൊടുത്തോണ്ണി. അവിടെ ഇരിക്കുന്നത് അതിന്നെടുത്തോ. ബ്രെഡാ? ആ ബ്രെഡുണ്ട്. പാലാ നിങ്ങൾക്ക് കൊണ്ടുപോകാനാ? നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള പാലാ? എന്തോരാ പാക്കറ്റാ? ഒരു പെട്ടി നോക്കട്ടെ ഏട്ടാ. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ അതിവിടെ പാക്കറ്റിൽ 2 എണ്ണത്തിൽ ഇരിക്കുന്നുണ്ട്. പെട്ടി നോക്കട്ടെ, ചോദിക്കട്ടെ ഏട്ടാ. പറഞ്ഞിണ്ടായി എന്നല്ലേ? അതെ, വെച്ചിണ്ടാവും. ചോദിക്കാ ഞാൻ രതീഷിനോടേ. ഇന്നലെ കഴിഞ്ഞിണ്ടായ ദേ എൻ്റെ മോൻ വന്നു. ഹാപ്പി വിഷു പറഞ്ഞേ. അപ്പൊ പുട്ടുപൊടി എടുക്കാൻ മോനെ, പുട്ടുപൊടി. അമ്മയ്ക്ക് ഇങ്ങനെ ആർക്കെങ്കിലും വിഷു കഴിഞ്ഞിട്ടും 100-ൻ്റെ ഒക്കെ മതി. അല്ല 150 അത്രയെങ്കിലും. എൻ്റെ ചേഞ്ച് ചില്ലറയല്ല, ചേഞ്ച് മോനെ. ഇത് ഇപ്പം നമ്മുടെ പലചരക്ക് സെക്ഷനിൽ നിന്ന് നമ്മൾ ഏത് പൊടി മോനെ? പുട്ടുപൊടി ഏതാ? 1 കിലോൻ്റെ വേണം. ഉണ്ടാണാവോ? ഇത് റൈസ് പൗഡറാ. പുട്ടുപൊടി എടുക്ക്. അവരോട് ചോദിച്ചോ, പെട്ടെന്നറിയാം. 2 എണ്ണം എടുത്തോ. 1/2 കിലോനാണെങ്കിൽ 2 എണ്ണം വേണം. അപ്പോൾ 1/2 കിലോൻ്റെ 2 എണ്ണം. പിന്നെ ഇതെത്രേൻ്റെ മോനെ? 10 ഇത് 5. അതൊക്കെ ഇതൊക്കെ ആർക്കാ കൊടുക്കുക? 1 രൂപയൊക്കെ ഇവിടെ ഇടാനല്ലേ? ഇവിടെ അച്ഛൻ്റെ കേട്ടാ. കാലുകൊണ്ട് പോയി ആയാലും ആള് പണിക്കൊക്കെ പോയി തുടങ്ങി. ഇതിപ്പോൾ ഇവിടുത്തെ പണിയാണ്. എൻ്റെ ഉണ്ണിക്കുട്ടൻ പോണ്. ഹായ് പറഞ്ഞേ. ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. പറഞ്ഞോ. ഇത് വരുമ്പോഴേക്ക് ഹാപ്പി വിഷു ആവും. അപ്പോൾ നമുക്ക് പൊടി വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കട്ടെ. രണ്ട് പാക്കറ്റ് അപ്പടി വേണ്ടി വരില്ലല്ലോ. അപ്പടി എടുക്കാമല്ലോ ഉണ്ണിയെ, തികഞ്ഞില്ലെങ്കിലോ. ഉണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ തികയാണ്ട് രണ്ടാമത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടപ്പല്ല. ഓ സന്തോഷമായി എൻ്റെ മോൾക്കത് കേട്ടപ്പോൾ. അധികം പാത്രങ്ങൾ ഞാൻ ഇടാറില്ല കേട്ടോ. ആൺകുട്ടികളല്ലേ, അവർ അവിടെ ഇവിടെ ഒക്കെ ഇട്ടത് ഇതാക്കും. ചോപ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് കൊടുക്കുന്നുണ്ട് എനിക്ക് വെള്ളം കുടിക്കാനാണ്. ഈ കപ്പ് 2 എണ്ണം നല്ലതാണ്. ഇതിന് വലിയ കപ്പിൽ വെള്ളം കുടിക്കുന്നത് ഇഷ്ടം. പിന്നെ എന്തിനാതെ
ആ വലിയ പാത്രം. അതെ, എന്നാലും ഉപ്പേരി പോയിക്കാം അല്ലേ? ഉപ്പേരി നമുക്ക് ഇത് ശരിയാവില്ല. അതൊക്കെ ആയിട്ടാണ് അവിടെ നിന്ന് ഇത്തിരി ഇതായിട്ടുള്ളത് കൊണ്ടുവന്നുണ്ട്. എനിക്കത് മതി. ഇതങ്ങ് കൊണ്ടൊക്കെ വിളിക്കാം. കഴുകണം, അത് കഴിക്കുക. ഇതൊക്കെ ആയി. കുറേ പാത്രങ്ങളായി ഇപ്പോൾ. ഉവ്വാ അല്ല മുന്നോ. അപ്പം നമുക്ക് നമ്മുടെ പയറിനൊന്ന് വേവിച്ചെടുക്കാം. ഇതറന്നൊന്നും ചേട്ടാ നല്ല വെറുതെ കുറച്ച് നേരം വെള്ളത്തിൽ ഇടുന്നു. കല്ലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പാക്കറ്റൊക്കെ അത്ര ഇതിലെല്ലാം വരുന്നു. എന്നാലും എനിക്കൊന്നും അരിക്കാണ്ടിരിക്കാൻ സമാധാനം കേട്ടാ. ഇങ്ങനെ വാരി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ കല്ലിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൊടുത്ത് ഇത് ലാസ്റ്റ് ആവുമ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് അയക്കും. വെള്ളം അങ്ങനെ മുക്കി കളയണ്ടേ? അങ്ങനെ കുക്ക് ആവുന്ന എന്നോട് കണ്ണുണ്ടാവണ്ണക്കപ്പെട്ട ചോറ് വേവാൻ സമയം എടുക്കുന്നു. കുറച്ച് നേരം ഉണ്ടാവും. ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് ആ ആവി വന്നു ആവി വന്നേ ആവി വന്നു. കേട്ടോ പാലെടുത്ത് ഒരു പാക്കറ്റ് പോരാ, 2 പാക്കറ്റ് വേണം. എല്ലാവർക്കും വേണ്ട. മതിയാ? ഒരു പാക്കറ്റ് മതി. എന്നാ ആ മലയാക്കി ഇത് പോണതാ. കൈകൊണ്ട് വാരിട്ടിട്ടേ മോള് ഒരു ടീസ്പൂൺ എടുത്തിട്ടതാ. എനിക്കതങ്ങട് അറിയില്ല. കൈകൊണ്ട് വാരിയിടുന്ന ശീലമായ കാരണം 2 കഷ്ണം കൊണ്ടാളാക്കി ചെറുതാക്കിയ 3 കഷ്ണമൊക്കെ ആക്കാം. എന്നിട്ട് അങ്ങനെ വയറ് നിറയണോ കൊടുക്കണം അവർക്ക്. അത് 8 കഷ്ണം മതി. പിന്നെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്നത് എന്താ ആര് കൊടുത്താലും എനിക്ക് തൃപ്തിയാവില്ല. അങ്ങനത്തെ ഞാനങ്ങോട്ട് കൊടുക്കണം. എനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞിട്ടുണ്ടൊക്കെ നിറഞ്ഞ് കാണുമ്പോഴേ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. പണിയെടുക്കല്ലേ, പണിയെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നിട്ട് എനിക്ക് ഭക്ഷണം നന്നായി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ആരോഗ്യം ഉണ്ടാവും. പണിയെടുക്കാൻ കുഴപ്പമുണ്ടാവില്ല, ഒരു ക്ഷീണം വരില്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതനുസരിച്ചാണ് ഞാൻ ഭക്ഷണം കൊടുക്കുക. കുറച്ച് കഴിക്കാൻ സമ്മതിക്കില്ല. ഞാൻ കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കും.
ചാറോടെ അങ്ങ് തച്ചാൻ വെച്ചിട്ടാണ് മതി. കൂടുതലായ അതെ, ഞങ്ങളൊക്കെ പുട്ടും പയറൊക്കെ കഴിച്ചു. ശ്രീക്കുട്ടൊന്നും കഴിച്ചിട്ടില്ലേ. അപ്പം അവന് 2 കഷ്ണം ചിക്കനെ ഞാനിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം വിചാരിച്ചിട്ടാണ്. അപ്പോൾ മറ്റേത് അധികമൊക്കെ ഇട്ട് വേവുമ്പോഴേ നേരം വൈകും. ഇതൊന്നും അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് അവന് കൊടുക്കാമല്ലോ. കിട്ടി കിട്ടി. അതേ കുറച്ചീച്ച കൊണ്ടിടാട്ടാ. വെളുത്തുള്ളി ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ സത്യത്തിൽ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ചൊറിച്ചില്ല, ഉറങ്ങാനും പറ്റില്ല. ഭയങ്കര സ്പീഡിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ചൂട് കൂടും, വ്യായം പോലെ കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ പറയണ്ട. അതായി ഈ കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ ജംഗമ വസ്തുക്കളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മസാലപ്പൊടി പൊടിച്ചത് കൊടുക്ക് ചേട്ടന്, കുറച്ച് കുടിച്ചോ. ശ്രീക്കുട്ടൻ ഞാൻ കാണിച്ചു തരാട്ടാ. എന്താ ചേട്ടാ വേണാന്ന് ചോദിക്കുന്നു ചേട്ടന്മാർക്ക്. അവിടെ അപ്സു ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു കേട്ടാ. എല്ലാവർക്കും കൊടുക്കും. പപ്പേരെ പിന്നാലെ കിടന്ന് നടക്കുന്നുണ്ട് കുറേ. മുളക് കരിഞ്ഞാവോ? പിന്നെ അവന് നിനക്ക് അർജന്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടാ ശ്രീകുട്ട മമ്മത് ശരിയാക്കണ്. ഇപ്പൊ ഷെയ്ക്ക് കുടിക്കണമെങ്കിൽ ഇത് ശരിയാക്കണം ശ്രീകുട്ട. ഇത് ഷെയ്ക്ക് കുടിക്കണമെങ്കിൽ ഇപ്പൊ ഇത് മമ്മ ശരിയാക്കേണ്ട കാര്യണ്ടാ. മൊത്തത്തിൽ വേവുമ്പോ അതിന്ന് കഴിച്ചാ പോരായിരുന്നോ? അപ്പൊ ഞാൻ അത് ആക്കിയില്ലേ. ചേട്ടന്മാർക്കൊക്കെ കൊടുത്താ? അപ്പൊ ദേ ഒരു പൂച്ചക്കുട്ടി അവിടെ വന്ന് മണപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവൻ്റെ മോൻ ചോര് ചോരും ചിക്കൻ വെന്തും ചോര്. അത് മൂക്കുമ്പോളോ? ആ അല്ലാത്ത അത് കാണിക്കില്ലേ? അപ്പൊ അത് ദേ ചിക്കൻ്റെ ചിക്കൻ്റെ. അപ്പോൾ അത് ഏറ്റവും ടേസ്റ്റിൽ ചിക്കൻ വെച്ച് എങ്ങനെയാണ് ഇരിക്കുകയെന്നാണ് എൻ്റെ ഒരു ഇത്. കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ മാറി വരും.
അച്ഛന് ചോറ് വേണോ ചോദിച്ചോക്കിയേ. ചിക്കനായിരുന്നു അവിടെ മുകളിലുണ്ട്. ഈ കുട്ടന് ചോറ് കൊടുത്തിട്ടേ അവന് നമ്മുടെ പഴയ വീടില്ലേ സ്ത്രീയൊക്കെ താമസിച്ചോടനെ അവിടെ ഒരു ബിന്ദു ആൻറ്റീനെ കണ്ടിട്ടുണ്ട്. അവൻ്റെ അപ്പുച്ചേട്ടൻ ഗൗരി ചേച്ചിയൊക്കെ അവിടേക്ക് കളിക്കാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടേ ഇവിടെ വരുമ്പോഴാണ് വല്ലപ്പോഴും കളിക്കാൻ പോകണെൻ്റെ മോൻ. അപ്പോൾ അവനിങ്ങനെ ഈ ചോറുണ്ട് കഴിഞ്ഞാലാണ് അങ്ങോട്ട് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ചോറുണ്ടിട്ട് പോവാനാണ് മമ്മ ചിക്കൻ വേവിച്ച് പറയുന്നത്. അപ്പോൾ അത് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, അത് കൂട്ടി കൊടുക്കാം. അവനിങ്ങനെ ഈ മുഴുത്ത കഷ്ണങ്ങളെ ഇഷ്ടമുള്ളൂ, അല്ലാണ്ട് എല്ലൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അച്ഛനും കൂടെ അങ്ങനെയാണ്. ഇല്ല കേട്ടാ, എൻ്റെ മമ്മ വാരി തരില്ല. മമ്മക്ക് നേരില്ല. അതെ അവിടെ ഇത് പറയാം, മമ്മ വാരി തരുന്ന്. എൻ്റെ മമ്മ എനിക്ക് വാരി തരും. അപ്പം നീ ചിക്കൻ വെക്കാൻ നോക്കട്ടെ. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേപ്പിൻ്റെ വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളേ. അപ്പോഴേക്കും ഞാനേ ഒന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അത് ഇതൊന്ന് കരിഞ്ഞു കണ്ട ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ കൂടി ഒരുമിച്ച് ഞാൻ ഇട്ടു. ഗരം മസാലയും ഒക്കെ അരി ചേർക്കണം കേട്ടോ. ചിക്കനൊക്കെ സാധാരണ വയ്ക്കുന്ന പോലെയാണ്. സാധാരണക്കാട്ടിലും പ്രത്യേകതയൊന്നും ഇല്ല. പ്രത്യേകതയിലൊന്നും വെക്കാൻ ഇന്ന് സമയം ഉണ്ടാവില്ല എന്തായാലും. നമ്മുടെ ഇറച്ചിനെ ഇട്ട് കൊടുത്താൽ പുളി ഇത് തന്നെ നമുക്കുണ്ടാവില്ലേ. അപ്പം നമ്മളൊരു കുറച്ച് ഉരുളക്കിഴങ്ങ് അത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലിട്ട് ഇളക്കാം അല്ലേ. ഞാൻ ചിക്കൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. ഞാൻ ആ എരിവ് അതിലിങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റായി വരുള്ളൂ. ഇങ്ങോട്ടൊക്കെ എടുക്കട്ടെ. നനക്കി നമുക്കൊന്ന് ഇളക്കാം. പടിയിട്ട് പോട്ടെ. അല്ലേ നാടൻ മുളകാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്തിന് കറലാക്കും. അപ്പം ഞാനത് കയ്യോണ്ട് തിരുമ്പ, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത്തിരി പേടിയാണ് കൈകൊണ്ട് തിരുമ്പിയാലേ. പേടിയല്ല, നല്ലോണം കുറച്ച് കഴിയുമ്പോൾ നീറുള്ളൂ. കൈകൊണ്ട് തിരുമ്പിയാലാണ് ഏറ്റവും ഇതാവും. അപ്പം ഞാൻ എൻ്റെ ഒരു ടെക്നിക്കാണ്. ഈ പാത്രം കേടാവാണ്ട് ഇങ്ങനെ ഒന്ന് ചവച്ചെടുക്കും. അയ്യോ വേപ്പിൻ്റെ ഇട്ടിട്ടില്ല. ഇതിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഞാൻ
പിന്നെ ഇഞ്ചി, പച്ചമുളക്, നാടൻ മുളക് ഇട്ടിട്ടുണ്ട്, മറ്റേ മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, സവാള, ഉള്ളി, പിന്നെ വേപ്പില, മല്ലിയില ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായി ഒന്ന് ചതച്ചു. തിരുമ്പണ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ലെങ്കിലും തിരക്കേടില്ലാത്ത ഉപ്പ്, ഒരു തരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളും. നല്ല പുളിയുള്ള തൈരായാലും ഒരു തീരെ ഒരു മധുരം വരുമ്പോഴേ എൻ്റെ മക്കൾക്ക് ഇതറിയില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും. അമ്മ ചവ ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ രസമാണല്ലോ അമ്മ എന്ന് പറയും. ഞാൻ ഈ പഞ്ചസാര ഇട്ടൊന്നും ഞാൻ പറയില്ല. ഈ വീഡിയോ കാട്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. പഞ്ചസാരയാന്ന് പറയുമ്പോൾ ചിലരാക്കി പഞ്ചസാരയാന്ന് ചോദിക്കും. പക്ഷേ അത് നല്ലൊരു രസമാണ് കേട്ടോ. പുളി കണ്ടമാനം ഇഷ്ടമില്ലാത്തവർക്കാവുമ്പോഴേ മധുരമൊന്നും ഉണ്ടാവില്ല. മധുരത്തിനുള്ളതൊന്നും കോരി ഇടരുത്. കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നല്ല തൈര്, കട്ട തൈര് ഒഴിച്ചത് അബ്ദായിന്ന് തോന്നുന്നു. ഇതിങ്ങനെ കട്ട ഉണ്ടാവാറില്ല മിക്കതും. ഒരു പക്ഷെ കട്ടിണ്ടെങ്കിൽ നമുക്കൊന്നേ തൈരിൻ്റെ ഗുണം പോലെ ഇരിക്കും നമ്മുടെ ഉണ്ടാക്കുന്ന തൈര്. ഏറ്റവും നല്ലതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതും അത്രയ്ക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പൂട്ട സാധനം എനിക്കിരി തരിപ്പുണ്ട്. നോക്കട്ടെ ഞാൻ, അബദ്ധം പറ്റുമെന്ന് അറിയില്ലല്ലോ. കുഴപ്പമില്ല, തൈര് നല്ലതാണ്. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് വെറുതെ ഒന്ന് കറക്കിയാൽ മതിട്ടാ. അപ്പോൾ രണ്ടാമത്തെ കവർ അങ്ങോട്ട് ഒഴിക്കാം നമുക്ക്. ഇനി വേണ്ട, ഇനി ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി ആ ഉറ രണ്ടുമൂന്ന് കഴുകിത്തിരി ഒഴിക്കാം. അപ്പോഴാണ് നമുക്ക് തരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചെന്നെ ഒഴിച്ചോട്ടാ. ഇതിൽ ഇത്തിരി ഒരു അപ്പോൾ നല്ല ഇങ്ങനെ കുഴമ്പ് പോലെയാവും. കണ്ട, ഇതൊരു തരിപ്പ് ഞാൻ അടിച്ചൊഴിക്കാത്തത് കൊണ്ടാണ് ആ ഒരു തരിതരിപ്പ് വന്നത് തൈരിന്. പക്ഷേ ഈ തൈരിലത് ഉണ്ടാവാറില്ല. ഓരോ പ്രാവശ്യം പാല് വേവിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളായിരിക്കാം അത്. അപ്പോൾ സർലാസ് അങ്ങനെ റെഡി ആയിട്ടാ. അപ്പോൾ അതെ, നല്ല സർലാസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടം കൂടി വെച്ചാൽ ചിക്കൻ ഉണ്ടായി നോക്കി നോക്കിയാൽ നമുക്ക്. നമ്മുടെ ചിക്കൻ നമുക്ക് ഇളക്കി നോക്കിയാലോ. കയ്യിൽ രതീഷ്മ ചോറിന് വന്നിട്ട് പോയിക്കാം. ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഫുഡ് കഴിച്ചതല്ലേ രതീഷ്മർക്ക്. എൻ്റെ മക്കൾക്ക് ഏറ്റവും തൃപ്തികരമായ ഒരു കാര്യമാണ് വിശക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കിട്ടാനുള്ളത്. കൂടി ആവണം. എന്താ വെള്ളം ഒരു തുണ്ട് പോലും വെള്ളമില്ലാണ്ടായിട്ട് ആക്കിയേ. എന്നിട്ടും വെള്ളം വന്നു. എന്നാലും അതൊരു കുഴമ്പ് പരുവത്തിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറുണ്ണാനൊക്കെ. അപ്പം നമ്മുടെ പപ്പടം കാച്ചലൊക്കെ തുറന്നു.
മോളെ രതീഷിനോട് ചോറുണ്ടോളാൻ പറയേ. വന്ന് മടങ്ങിയതാ. അപ്പോഴേ ഒക്കെ ശരിയായിട്ട് നമ്മുടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി മല്ലിയിലും കൂടി മെതൽ കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള പപ്പടം അപ്പോഴേക്ക് ചിലപ്പോൾ കരിയും. അത് വേറെ കാര്യം. പപ്പടം കരിഞ്ഞില്ല ചേട്ടാ. ഉണ്ടോ ചോറിനാൻ തിരക്കായി തുടങ്ങി കുട്ടികൾക്ക്. അപ്പോൾ ചിക്കനിൻ്റെ പണി ഒരുവിധം അവസാനിച്ചു. ഓഫാക്കിയിട്ടില്ല ചേട്ടാ. ഞാൻ വെള്ളം ഉണ്ട് ഇപ്പോഴും. വേണ്ട ഒന്നുകൂടെ അങ്ങോട്ട് പറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. വെടുപ്പാക്കി എല്ലാവരും ഉദ്ദേശിച്ച് പോവാറായേ. 5 മണി അല്ലേ. അച്ഛൻ തക്കാളിയൊക്കെ തുടച്ച് വെക്കുകയാണ് ഇരുന്നിട്ട്. അനിയും കൂട്ടനും ഇരിക്കില്ലായിരുന്നു. എന്നിട്ടാണ് കൊണ്ടുപോകാനോ മുകളിലേക്ക്? അതെന്തിനാ ഇവിടുത്തെ അപ്പോഴേ നമ്മൾ ഹോൾസെയിലിൽ നിൽക്കുന്നത് ഇവിടെയാണ്. അതിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ചുരുങ്ങിയതൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി വല്ലവരും ഇടയ്ക്കൊക്കെ വരുള്ളൂ ഹോൾസെയിലിലേക്ക്. ഇനി റീറ്റെയിലാണ് നമ്മുടെ പരിപാടികളൊക്കെ തിരക്കുണ്ടാവുക. കാലത്ത് റീറ്റെയിൽ കുറച്ച് തിരക്ക് കുറവായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ ഇന്ന് തിരക്കുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ ഇനി മോളൊക്കെ മുകളിലാണ്. ഒന്ന് ചെന്ന് നോക്കിയാലോ അവിടെ എന്താണെന്നറിയാലോ. എൻ്റെ രശ്മി കുട്ടി അവിടെ എന്നിട്ട് ചീന് ഷെയ്ക്ക് അടിക്കുക. ആർക്കാ? ഉണ്ണിക്കുട്ടന്മാർക്ക് അല്ലേ. അവര് ഇനിയുണ്ട് രശ്മിച്ചിൻ്റെ ഷെയ്ക്ക്. സൂപ്പർ. വിശപ്പായിട്ട് നിൽക്കണ നേരടേ ഉച്ചയ്ക്ക് ചോറിലിട്ട്. പിന്നെ അപ്പോൾ ഒരു ഷെയ്ക്ക് കുടിച്ചാൽ പോവാൻ നിൽക്കാം അവര്. കടയിൽ തിരക്കാട്ടാ, നല്ല തിരക്കാ. എൻ്റെ മോള് അവശതയായ അച്ഛൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. വഴിയെടുത്ത് വയ്യാണ്ടായില്ലേ ചേട്ടാ? മോള് അവശതയായ എൻ്റെ മോള്. അയ്യോ പിന്നതേ കൈ മുറിഞ്ഞു. അച്ഛൻ ദേ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷുവിൻ്റെ കച്ചവടം കഴിഞ്ഞ് നാളെ വീട്ടിൽ ചെന്ന് വിഷുക്കണി ഒരുക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. കച്ചവടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹോൾസെയിലാണ് അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിന് പച്ചക്കറി മേടിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണവരൊക്കെ. അപ്പോൾ വലിയ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മുടെ കച്ചവടം നല്ല തകൃതിയിൽ നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഇവിടുന്ന് ചെന്ന് ഒന്ന് കുളിച്ച് 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോന്നിട്ട് അടിച്ചു വാരി ക്ലീനാക്കി വിഷുക്കണി വെക്കാനുള്ള ഒരുക്കാണ്. വിഷുക്കണി വെച്ചില്ലെങ്കിൽ മോള് പറഞ്ഞു, സൂര്യമോള് പറഞ്ഞു അമ്മ തീരെ വയ്യല്ലോ, ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് വയ്യാണ്ടായി, അവിടെ വന്നാൽ നമുക്ക് കുളിച്ച് കിടന്നാൽ പോരെ. മോളും പറഞ്ഞു വിഷുക്കണി ഞാൻ വെക്കാം, അമ്മക്കും ഇവിടെ അവിടെ പുതിയ വീട്ടിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എല്ലാ കൊല്ലവും ഞാനത് ഭംഗിയായിട്ട് എൻ്റെ മക്കൾ വരുന്ന നേരത്ത് കാണാൻ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു വീട്ടുകാരും പിന്നെ എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്കും ഈശ്വരന്മാർക്കും വേണ്ടിയിട്ട് ഞാനത് വെക്കാറുള്ളതാണ്. അപ്പോൾ എനിക്കത് വെക്കാണ്ടിരുന്ന ഭയങ്കര ഒരു വിഷമവും. അത് കാരണം ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ സുജിമോളും ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്, ഫ്രൂട്ട്സും അതൊക്കെ എടുക്കാനായിട്ട്. അവരെടുത്ത് അവരുടെ വഴിക്ക് പോയി. അപ്പോൾ ഒരിത്തിരി കണിക്കൊന്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമുക്കത് ഇനി നമ്മുടെ വീട്ടിൽ വെച്ച് കാണാം കേട്ടോ. അങ്ങോട്ട് പോവാം.
വിഷുക്കണി ഇരിക്കാലോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിട്ടോ. അപ്പൊ ഉള്ളോണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഈ രാത്രി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാതൊന്നും ഇല്ല കേട്ടാ, ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തിയോടെ നമ്മുടെ വിഷുക്കണി നമുക്ക് വെക്കാം. ഇതെല്ലാം ഇല്ലാത്ത കാരണം പല കുറവുകളുണ്ടാവും കേട്ടോ. എനിക്കറിയാം പല കുറവുകളുണ്ടെന്ന്. അച്ഛൻ കൃഷ്ണനെയും കൊണ്ട് വരുന്നുണ്ട്. ചക്കയും അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. പക്ഷെ അതൊന്നും പൊട്ടിക്കാൻ പോകാനുള്ള സമയം നമുക്കില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് സാധനങ്ങൾ. പക്ഷെ മതി. അപ്പോൾ ദീപങ്ങളൊക്കെ തെളിയിച്ചു അച്ഛൻ. അപ്പം നമ്മുടെ വിഷുക്കണി ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ട ലൈറ്റൊക്കെ കെടുത്തി. ഞാൻ ലൈറ്റൊക്കെ കത്തിച്ചു. ഇട്ടപ്പോൾ എപ്പട്ടായത് പൊട്ടുണ്ട് കേട്ടാ. ഇത്രയ്ക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് വിഷു ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ വരിക. ഞാനിന്ന് രാത്രിയല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാവരും വിഷു നന്നായി എന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടു കൂടിയുള്ള വിഷു ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അമ്മയുടെയും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പണിയും തിക്കും തിരക്കും ഒക്കെയാണ് ഞങ്ങൾക്ക്. എങ്കിലും അതിൻ്റെ ഇടയിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ ബൈ.